ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് പാക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ഇതിപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത കൈയും ചെയ്യാത്ത കൈയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് കേട്ടോ. ഒറ്റ ഉപയോഗത്തിൽ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ്. നമ്മുടെ എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഇതിനാവശ്യമായിട്ടുള്ളൂ. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് പുളിയാണ് കേട്ടോ. പുളി എന്ന് പറയുന്നത് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി കുറച്ച് വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്തിട്ട് അതിൻ്റെ നല്ല കട്ടിയുള്ള പുളി വെള്ളം മാത്രം എടുക്കുക. പിന്നെ പുളി മുഖത്തിട്ടാൽ പ്രശ്നം ഉണ്ടാവുമോ എന്ന് ചോദിക്കുന്നവരോട് പുളി മുഖത്തിട്ടാൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷേ നിങ്ങളുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ കൈകളിൽ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് ഒരു പ്രശ്നവും ഇല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് ഫേസിലേക്ക് ആഡ് ചെയ്താൽ മതി. കാരണം പുളിയും ചെറുനാരങ്ങയിലൊക്കെ കാണുന്നേരം ചിലർക്ക് അത് ഫേസിലേക്ക് ഇടാൻ ഭയങ്കര പേടിയായിരിക്കും. അപ്പോൾ അങ്ങനെ പേടിച്ചു കൊണ്ടൊന്നും ഒരു സാധനവും നിങ്ങൾ ചെയ്യാൻ പാടില്ല. ആദ്യം കൈകളിൽ എവിടെയെങ്കിലും ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ നിങ്ങളിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യേണ്ടൂ. കാരണം കൈകളിലുള്ള റിസൾട്ട് കണ്ടാൽ തന്നെ നിങ്ങൾക്കിത് ഫേസിലിടാൻ വേണ്ടിയിട്ട് തോന്നും. അപ്പോൾ കൈകളിലിടുമ്പോൾ ചൊറിച്ചലോ അങ്ങനെയുള്ളൊരു സംഭവങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ സെൻസിറ്റീവ് സ്കിന്നുള്ളവർ ഉറപ്പായിട്ടും പാച്ച് ടെസ്റ്റ് ചെയ്ത് തന്നെ ചെയ്യണം. കാരണം സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻ ആയതുകൊണ്ട് തന്നെ അവർക്ക് ഈ ചെറുനാരങ്ങയൊന്നും ചിലപ്പം പറ്റിയെന്ന് വരില്ല, പുളിയെല്ലാം. അപ്പോൾ അവരെന്തായാലും ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഫേസ് പാക്ക് തയ്യാറാക്കാമെന്നുള്ള നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ആദ്യം തന്നെ ഒരു കട്ടിയുള്ള പുളിവെള്ളം 1 ടേബിൾ സ്പൂണോളം എടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം തൈര് എല്ലാന്നാണെങ്കിൽ നിങ്ങൾക്ക് പാൽ യൂസ് ചെയ്യാം. പക്ഷേ തൈരാണ് നല്ലത് കേട്ടോ, പാലെടുക്കണ്ട, തൈരാണ് നല്ലത്. അപ്പോൾ നമ്മുടെ പുളിയും തൈരുമാണ് നമ്മൾ ആദ്യമായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് നമുക്ക് മുൾത്താണി മിട്ടിയാണ്. മുൾത്താണി മിട്ടിക്ക് പകരം നിങ്ങൾക്ക് കടലമാവ് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ മുൾത്താണി മിട്ടിയിൽ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് അത്രയും അടിപൊളി റിസൾട്ടാണ്. നിങ്ങൾ ഓയിലി സ്കിന്നെല്ലാം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓയിൽ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ മുഖം നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കാനും സഹായിക്കുന്ന ഒരു അടിപൊളി സാധനമാണ് മുൾത്താണി മിട്ടി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ മുൾത്താണി മിട്ടിക്ക് പകരം നിങ്ങൾക്ക് കടലമാവ് യൂസ് ചെയ്യാം. ഈ മുൾത്താണി മിട്ടി എന്ന് പറയുന്ന സാധനം എല്ലാ ആയുർവേദിക് ഷോപ്പിലും അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിലെല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. മെഡിക്കൽ ഷോപ്പുകളിലും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും അതൊന്ന് വാങ്ങി വെക്കാമെന്നാണെങ്കിൽ നിങ്ങൾ സ്കിൻ കെയർ ചെയ്യുന്ന ആൾക്കാരാണ്, നിങ്ങളെ ചർമ്മം എപ്പോൾ നല്ല നിറവും തിളക്കവും ഉണ്ടാവണം, ക്ലീൻ ആയിട്ട് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്കറ്റ് പൊടി വാങ്ങി വെച്ചിട്ട് നിങ്ങൾക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യം വെച്ചിട്ട് ഇത് ചെയ്യാമെന്നാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു അടിപൊളി റിസൾട്ടാണ്. നിങ്ങൾ വലിയ വില കൊടുത്തിട്ട് ക്രീമും ബ്യൂട്ടി പാർലറിൽ ഒന്നും ചെയ്യേണ്ട. ഈ ഒരു മുൾത്താണി മിട്ടി ഫേസ് പാക്ക് മാത്രം നിങ്ങൾ യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ മുൾത്താണി മിട്ടി ഇത് നമ്മൾ ഫേസിലേക്ക് 2 മിനിറ്റ് അപ്ലൈ ചെയ്ത് തേച്ച് പിടിപ്പിച്ച് കൊടുത്തതിന് ശേഷം നിങ്ങളിത് ഡ്രൈ ആകുന്നത് വരെ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങളിത് ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 25-30 മിനിറ്റെങ്കിലും ഫേസിൽ വെക്കുക കേട്ടോ. അതിനുശേഷം ഇതൊന്ന് നിങ്ങൾ കഴുകി നോക്കുക. കഴുകുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് മസാജ് ചെയ്തിട്ട് കഴുകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതിങ്ങനെ വെള്ളം അടിച്ച് കഴുകാണ്ട് നമ്മുടെ കൈയിൻ്റെ വിരൽ ഉപയോഗിച്ചിട്ട് മുഖത്തേക്ക് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തിട്ട് മെല്ലെ റിമൂവ് ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മുഖത്തേക്ക് വരുന്ന മാറ്റം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ശരിക്കും ഒരു അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു കിഡിലൻ ഫേസ് പാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്താൽ. ഞാൻ ചെയ്ത കൈയും ചെയ്യാത്ത കൈയും തമ്മിലുള്ള കാണുമ്പം തന്നെ നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടാവും. ശരിക്കും ഒരു ഗ്ലോ നമ്മുടെ അപ്ലൈ ചെയ്ത കയ്യിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ ചിലർ പറയുന്നേക്കാം 2ഉം 2 കൈയാന്നെല്ലാം. അതെങ്ങനെയാണ് അവർക്ക് ഈ 2ഉം 2 കൈയാന്നെല്ലാം തോന്നുന്നതെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അതെല്ലാം ഭയങ്കരമായ സംശയമാണ്. ഈ 2ഉം 2 കൈയാണ്. ഇപ്പോൾ ഒരാൾക്ക് വേറൊരു കൈ എടുത്ത് വെച്ചിട്ട് വീഡിയോ കാണിക്കാൻ പറ്റുമോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഏതായാലും ഞാൻ അങ്ങനെ ഒരു ടൈപ്പ് ചെയ്യാറില്ല. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. ഞാൻ പറഞ്ഞിട്ടുണ്ട് സെൻസിറ്റീവ് സ്കിന്നുകാർ, ഓയിലി സ്കിന്നുകാർ, ഡ്രൈ സ്കിന്നുകാരെല്ലാം എങ്ങനെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വീഡിയോയിൽ പറഞ്ഞതുപോലെ ചെയ്യുകയാണെങ്കിൽ റിസൾട്ട് ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം അറിയിക്കുക. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.